മുകേഷിന്റെ കയ്യിൽ നിന്നും പണം തട്ടാനുള്ള ഒരു വലിയ പദ്ധതിയാണോ ഈ സംഘം നടത്തിയതെന്നും അത് അനുവദിക്കാതെ വന്നപ്പോൾ പണം കിട്ടാതെ വന്നപ്പോൾ സമ്മതത്തോടെയുള്ള ബന്ധം ബലാത്സംഗമായി മാറിയതാണോ എന്നുള്ള ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ തലവേദനയായി മാറിയത് മുകേഷ് കൈമാറിയ നിർണായകമായ ആ വാട്സപ്പ് ചാറ്റുകൾ തന്നെയായിരുന്നു. ആ വാട്സപ്പ് ചാറ്റിലൂടെ എല്ലാ കാര്യങ്ങളും കോടതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നടനും MLAയുമായിട്ടുള്ള മുകേഷിനെതിരെ ഉന്നയിച്ച പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഒട്ടനവധി ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാണിച്ചത്. മുകേഷ് ലൈംഗിക ബന്ധത്തിനായി തന്നെ നിർബന്ധിച്ചു എന്ന പരാതിക്കാരി മുന്നോട്ട് പറയുന്നു. നേരത്തെ ഈ ആരോപണം ഉന്നയിക്കാതെ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ചപ്പോൾ അതിൽ ചില പൊരുത്തക്കേടുകളാണ് കോടതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ആരോപണത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന തള്ളിക്കളയുന്ന രീതിയാണ് കോടതി സ്വീകരിച്ചത്. നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴിയിൽ ബലാത്സംഗം നടന്നുവെന്ന് വെളിവാകുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ രണ്ട് സന്ദർഭങ്ങളിലും ബലാത്സംഗം ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല, അതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന വൈരുദ്ധ്യത്തിന് കാരണം പോലും പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണം അതുകൊണ്ട് തന്നെ അവിടെ നിലനിൽക്കുന്നില്ല. ഇനി ഒരു പക്ഷേ അവർ തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായെങ്കിൽ പോലും അത് നിർബന്ധപൂർവമായിരിക്കില്ല, ഉഭയസമ്മത പ്രകാരമായിരിക്കുമെന്നുള്ള നിഗമനത്തിലേക്ക് വേണം എത്തിച്ചേരേണ്ടത്. അങ്ങനെ വന്നാൽ അതൊരു കേസോ ഒരു പ്രശ്നമോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2022 1 ലക്ഷം രൂപ മുകേഷിനോട് ഈ പരാതിക്കാരി ആവശ്യപ്പെടുകയും ചെയ്തു. അതും 9 വർഷം മുൻപാണ് തന്നെ പീഡിപ്പിച്ചത് എന്നതായി പരാതിയിൽ പറയുന്നത്. 9 വർഷത്തിന് ശേഷം ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ മുകേഷിനോട് പണം ചോദിക്കുകയാണ് ഇരയാക്കപ്പെട്ട ഈ പരാതിക്കാരി. ഇതൊക്കെ തന്നെയാണ് വലിയ കുരിശായി മാറിയത്. കഴിഞ്ഞ പുതുവത്സര ദിനത്തിലാകട്ടെ നടി മുകേഷിന് അയച്ച ആശംസാ സന്ദേശവും വലിയ ഏണിയായിട്ടുണ്ട്. കാരണം കൊടും ക്രൂരതയ്ക്ക് മുകേഷിന്റെ ഭാഗത്തു നിന്നും ബലാത്സംഗത്തിനിരയായ ഒരു യുവതിയാണ് മുകേഷിന് ആശംസ നേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്ത് ലോലഹൃദയാണ് ഈ യുവതി എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴികളിൽ അതുകൊണ്ട് തന്നെ ബലാത്സംഗം നടന്നുവെന്ന് വ്യക്തമാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. 2010 പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസത്തെ കാര്യങ്ങൾ കൂടിയാണ് പരിശോധിക്കുന്നത്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി തന്നെ നടി പറയുന്നുണ്ട്, മുകേഷ് തൻ്റെ BMW കാറിൽ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലെത്തി. അവിടെ എത്തിയ ശേഷം തന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് പോയത് മരടിലെ സ്വന്തം വില്ലയിലേക്ക്. അവിടെ വെച്ച് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ പരാതി. എന്നാൽ അതിനുശേഷം ക്രൂര പീഡനത്തിന് ഇരയായ യുവതിയാകട്ടെ മുകേഷിൻ്റെ കാറിൽ തന്നെ അതേ ദിവസം തിരിച്ചു വീണ്ടും ആലുവയിലെ അവരുടെ ഫ്ളാറ്റിലേക്ക് തിരികെ കൊണ്ടുവിട്ടു. വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു കഥയാണ് മെനഞ്ഞെടുത്തത് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതിലേത് ഭാഗത്താണ്, എവിടെയാണ് നിർബന്ധമായും ലൈംഗിക പീഡനം നടത്തിയത് എന്നുള്ള പ്രധാന ചോദ്യമാണ് കോടതി ഉയർത്തിയത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് 2022 നേരത്തെ പറഞ്ഞതുപോലെ 1 ലക്ഷം രൂപ നടി മുകേഷിന് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചത്. അതിൽ നേരത്തെ തന്നെ മുകേഷ് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ടായിരുന്നു. നടി ഇതുപോലെ പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരുന്നു, താൻ അത് മൈൻഡ് ചെയ്തിരുന്നില്ല. അതിനുശേഷം അവരുടെ ഭർത്താവ് എന്ന രീതിയിൽ ഒരു മുനീർ തന്നെ വിളിച്ച് സംസാരിച്ചതായും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മുകേഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനൊന്നും തന്നെ വഴങ്ങാതിരുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പരാതിക്ക് അവർ മുതിർന്നിരിക്കുന്നത് എന്നുള്ള സംശയം മുകേഷ് തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് 1 ലക്ഷം രൂപ കടം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി ചോദിച്ചുകൊണ്ട് അവരും അവരുടെ ഭർത്താവും മെസ്സേജ് അയച്ചതിലെ യുക്തി എന്ത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. ഇനി കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പരാതിക്കാരിയായ നടി എന്ന് പറയുന്നത് ഒരു നിയമ ബിരുദധാരി കൂടിയാണ്. ഇക്കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് സാധാരണ നിയമവശങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അതറിയില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഒരു കള്ളക്കേസ് ആണെങ്കിൽ പോലും കോടതിയിലെങ്കിലും പിടിച്ചു നിൽക്കുന്ന രീതിയിൽ അത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കണം. അതുപോലും കഴിയാത്ത രീതിയിൽ വളരെ ദുർബലമായ ഒരു കേസായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായിരുന്നാലും ഈ കേസിൽ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാകണം നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് ജാമ്യ ഹർജി നൽകിയത്. അതിനുശേഷം 30-ാം തീയതി വീണ്ടും നടിയുടെ മൊഴിയെടുത്തിരുന്നു. അതിലാണ് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കോടതിക്ക് തന്നെ മനസ്സിലായത്. ഇനി എന്തായിരുന്നാലും കേസിൽ പരാതിക്കാരിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. ഇതിൽ നിയമ നടപടിയുമായി മുകേഷ് മുന്നോട്ട് പോയാൽ വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ നടിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതായി വരും. മാനനഷ്ടമടക്കമുള്ള കേസുകൾ കൊടുക്കാൻ മുകേഷ് തയ്യാറെടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പരാതിക്കാരിയെ എന്തായിരുന്നാലും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കോടതിക്കും കടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്.